ബ്ലഡ് സ്മിയറിന്, അതായത് ഡിഫറൻഷ്യൽ സ്മിയറിന് വേണ്ടി ഡിഫറൻഷ്യൽ കൗണ്ട് നോക്കാൻ വേണ്ടി വരച്ച് വെച്ചിരിക്കുന്ന സ്മിയറുകളാണ്. ലീഷ്മാൻ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി വരച്ച് വെച്ചിരിക്കുകയാണ്. ബാർകോഡ് നമ്പറും ഒപി നമ്പറും എഴുതി ഇങ്ങനെ ടങ് ഷേപ്പ് വരച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ ലേബിൾ ചെയ്ത സ്മിയേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഇത് ലീഷ്മാൻ സ്റ്റെയിനാണ്, കൊമേഴ്ഷ്യലി അവൈലബിളായിട്ടാണ് ഉള്ളതാണ്. പിന്നെ ഇത് ബഫറാണ്. ബഫറിൽ എനിക്ക് തോന്നുന്നു പൊട്ടാസ്യം, സോഡിയം ഡൈഹൈഡ്രോജൻ ഫോസ്ഫേറ്റും സോഡിയം ഹൈഡ്രോക്സൈഡുകളാണ് ഇൻഗ്രീഡിയൻസും തോന്നുന്നു. പഠിച്ചിറങ്ങിയിട്ട് കുറേ നാളായതുകൊണ്ട് ഇതൊന്നും ഓർമ്മയില്ല. എൻ്റെ ഓർമ്മ വെച്ച് അതാണെന്ന് തോന്നുന്നു. ഇനി അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് സ്റ്റെയിൻ ഒഴിക്കാൻ വേണ്ടി, സ്റ്റെയിൻ ഇതിലേക്ക് പകർത്താൻ വേണ്ടിയുള്ള ഇതാണ്, കോർക്കാണ് സ്റ്റെയിൻ ഒഴിക്കുന്നത്. ഇവിടെ ടൈമറുണ്ട്, സ്പീഡ് വയ്ക്കാൻ വേണ്ടിയുള്ളതുണ്ട്. നമ്മൾ സ്റ്റെയിൻ ഒഴിക്കാം. സ്മിയർ ഇരിക്കുന്ന ആ ടങ് ഷേപ്പിൽ സ്മിയർ ഇരിക്കുന്ന ഭാഗം കവർ ചെയ്ത് വേണം ഒഴിക്കാൻ. വെച്ചിട്ടുണ്ട്, ടൈം വയ്ക്കാം. നാല് മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഡ്യൂട്ടി ടൈമിലായതുകൊണ്ട് സ്പീഡിലാണ് വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ബെല്ല് പോയിട്ടുണ്ട്. ഇനിയിപ്പം ഡൈലൂട്ട് ചെയ്യാനുള്ള ടൈമാണ്. കുറച്ച് സ്റ്റെയിൻ ഒഴിച്ചിട്ട് വേണം ഡൈലൂട്ട് ചെയ്യാൻ. സ്റ്റെയിൻ വെച്ചിട്ടുണ്ട്. ഇനിയും പതിയെ ഡൈലൂഷനിലേക്ക് പോകാം. ഒഴിച്ച സ്റ്റെയിനിലേക്ക് ബഫർ ഒഴിക്കണം കേട്ടോ. ബഫറിനകത്ത് ഡിസ്റ്റിൽ വാട്ടറിലാണ് ഞാൻ മുന്നേ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇതിന് പൊട്ടാസ്യം, സോഡിയം ഹൈഡ്രോജൻ ഫോസ്ഫേറ്റും സോഡിയം ഹൈഡ്രോക്സൈഡും തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഇൻഗ്രീഡിയൻസ് ഡിസ്റ്റിൽ വാട്ടർ, ഭൂരിഭാഗവും ഡിസ്റ്റിൽ വാട്ടർ. അതിലേക്ക് ഈ ബഫറിൻ്റെ സ്റ്റോക്ക് സൊല്യൂഷൻ ഉണ്ട്. അങ്ങനെ 5000 ml ആണ് ബൾക്കായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. 5000 ml. അതിൽ 100 ml മാത്രമാണ് ഈ സ്റ്റോക്ക് സൊല്യൂഷൻ വരുന്നത് ബഫറിൽ. അങ്ങനെയാണ് നമ്മൾ ബഫർ ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ അതിൽ ഡിസ്റ്റിൽ വാട്ടറാണ് കൂടുതൽ. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സൈഡിൻ്റെ എൻഡ് വശമായിട്ട് നമ്മളിങ്ങനെ ഡൈല്യൂട്ട് ചെയ്തെടുക്കും. ആദ്യം കുറച്ച് സ്റ്റെയിൻ ഒഴിച്ചിട്ട് വേണം കേട്ടോ. സ്റ്റെയിൻ ഒഴിക്കാൻ വേണ്ടി ഒരു പിപ്പറ്റും പിന്നെ ബഫർ ഒഴിക്കാൻ വേണ്ടി വേറെ പിപ്പറ്റ് എന്താ പിപ്പറ്റ് തന്നെ. ബഫർ ഒഴിച്ച് കഴിഞ്ഞിട്ടൊരു 6 മിനിറ്റ് വയ്ക്കണം. ഇവിടെ 4 to 6 ആണ്. 4 മിനിറ്റ് സ്റ്റെയിനും 6 മിനിറ്റ് ഡൈലൂഷൻ. അങ്ങനെ 4 6 ആണ് കേട്ടോ. 4 മിനിറ്റ് ആയി കഴിഞ്ഞിട്ട് വാഷ് ചെയ്തെടുക്കണം. ഓക്കെ, വാഷ് ചെയ്യാനുള്ള സമയം ഇനിയുള്ള സ്റ്റെപ്പ് വാഷിംഗ് ആണ്. ടാപ്പ് വാട്ടർ ഒഴിച്ച് വാഷ് ചെയ്തെടുക്കും. വാഷ് ചെയ്തിട്ട് ഡ്രയറെ വെച്ച് ഉണക്കുക ചെയ്യുന്നത്. ചാരി വെച്ചിട്ടുണ്ട്. നമുക്ക് ഡ്രയറായിട്ടോട്ട് ഉണങ്ങാൻ വേണ്ടി എടുക്കും. ഇതാണ് കേട്ടോ. വെള്ളം മാറിയിട്ട് ഇതിലേക്ക് വെക്കണം. ഇത് നമ്മുടെ സ്മിയർ വരയ്ക്കുമ്പോൾ വേണ്ട സ്പെയർ സ്ലൈഡ്സ് ഇടാനേ. നമ്മൾ സ്ലൈഡ്സ് എഴുതി എടുക്കുന്നത് സ്ലൈഡ്സ് ഉണ്ട് കേട്ടോ. സ്പെയർ സ്ലൈഡ്സ് ഇടാൻ നോർമൽ ചെറിയ നമ്മൾ സ്പ്രെഡർ തുടയ്ക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ സ്പ്രെഡർ. ഓക്കെ, അതിനെ നമ്മൾ യൂസ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടി ടിപ്സ് ചെയ്ത് എടുക്കും. യൂസ് ചെയ്തിട്ട് ഇതിലിടും. പിന്നെ സ്ലൈഡ് നമ്മൾ വരച്ചിട്ട് എന്തെങ്കിലും ശരിയാകാഞ്ഞതൊക്കെ ഇതിലേക്ക് ഇടും. അങ്ങനെയാണ് അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ സ്മിയർ വരയ്ക്കാനുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാം, ടങ് ഷേപ്പ് എങ്ങനെ കിട്ടുമെന്നുള്ളത്. ഓക്കെ, പിന്നെ ബോഡി ഫ്ലൂയിഡ്സൊക്കെ ഇവിടേക്ക് മാറ്റി വയ്ക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഉണങ്ങാനുള്ള ടൈം കൊടുത്തേക്കാണ്. ഉണങ്ങി കഴിഞ്ഞിട്ട് സ്മിയർ നമ്മൾ മൈക്രോസ്കോപ്പ് ഇവിടെയുണ്ട്, അതിലേക്ക് നോക്കുന്നത് കാണിച്ച്. നമ്മുടെ സ്മിയർ ഉണങ്ങിയിട്ടുണ്ട്. സ്മിയർ ഉണങ്ങിയിട്ടുണ്ട്. എടുത്തിട്ട് സ്മിയർ ഉണങ്ങിയിട്ടുണ്ട്. നമ്മളെടുത്തിട്ട് ഓയിലൂടെ വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരെ മൈക്രോസ്കോപ്പിൽ നോക്കിയാണ് ചെയ്യുന്നത്.